നമ്മൾ വെജ് പുലാവ് ഉണ്ടാക്കാനായിട്ടൊരു പാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ കുറച്ച് കാഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ചേർക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചെറിയ ജീരകം, ഒരു 4 ഏലക്ക, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, പിന്നെ ഒരു ബേ ലീഫുമാണ് ചേർക്കുന്നത്. ഹോൾ സ്പൈസസ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഓണിയൻ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 2 പച്ചമുളക് ഇതേപോലെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. കീറിയിട്ടൊന്നുമില്ല, നല്ല സിമ്പിളായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ്, അതുപോലെ കോളിഫ്ലവർ, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വെജിറ്റബിൾ ചേർക്കാം. അതുപോലെ ബ്രോക്കോളിയൊക്കെ ചേർക്കാം. ഞാനിന്ന് ഈ 3 വെജിറ്റബിളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ അരിക്കും കൂടി ചേർത്തിട്ടുള്ള ഉപ്പാണ് ആഡ് ചെയ്യാൻ പോണത്. നമുക്ക് കുറച്ച് ഇടാം, പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാവുന്നതാണ്. വെജിറ്റബിൾ ഒന്ന് നല്ലപോലെ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് പാത്രം കൊണ്ട് അടച്ചു വെക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. വെജിറ്റബിൾ ഒരു ഹാഫ് കുക്കാവുന്ന സമയത്ത് ഞാനതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ ആഡ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ തൈരാണ് ചേർക്കുന്നത്. തൈര് ചേർത്തിട്ട് ഒന്നുകൂടി മൂടി വയ്ക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ വെജിറ്റബിളൊക്കെ ഒന്ന് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് ബസ്മതി റൈസ് നല്ലപോലെ കഴുകി ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്.
നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ്സിന് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് ഇപ്പോൾ ഞാൻ നല്ല തിളപ്പിച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പം ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഇപ്പം ഞാൻ കുറച്ചുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. പതുക്കെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളമുണ്ട് വറ്റാനായിട്ട്. റൈസ് അതുപോലെ ഹാഫ് കുക്കായിട്ടുള്ളൂ. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ റൈസിൽ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൽ കുറച്ച് മല്ലിയില നമുക്ക് ചേർക്കാം. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ഗീ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി വെജ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള പുലാവാണ്, അധികം സ്പൈസി ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരു സിമ്പിൾ ആൻഡ് ഹെൽത്തി വെജ് പുലാവ്.